ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തേങ്ങാവെള്ളം ഉപയോഗിച്ച് കള്ളപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. യഥാർത്ഥ കള്ള ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന അപ്പത്തിൻ്റെ അതേ ടേസ്റ്റും വളരെ സോഫ്റ്റുമായ കള്ളപ്പം തേങ്ങാവെള്ളം കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം. ആദ്യം ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് 2-3 തവണ നന്നായി കഴുകി വെള്ളമൊഴിച്ച് 6 മണിക്കൂർ കുതിരാൻ വയ്ക്കാം. അരി കുതിർക്കാനിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായി കുതിർന്ന അരി ഒരു അരിപ്പയിൽ ഊറ്റിയെടുത്ത് മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇന്നലെ വൈകുന്നേരം ഒരു തേങ്ങ പൊട്ടിച്ച് അതിൽ നിന്ന് കിട്ടിയ തേങ്ങ വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് തേങ്ങ വെള്ളം പുളിച്ച് കിട്ടാൻ വേണ്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ തയ്യാറാക്കി വെച്ചിരുന്ന തേങ്ങ വെള്ളം ഇന്ന് നന്നായി പുളിച്ച് പതഞ്ഞ് വന്നിട്ടുണ്ട്. കള്ളിൻ്റെ അതേ രൂപത്തിലാണ് ആയിട്ടുള്ളത്. ഇനി അരി ഇട്ട് കൊടുത്ത ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 കപ്പോളം ചിരകിയ ഫ്രഷ് തേങ്ങയും ഇതുപോലെ 1 തവി ചോറും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആഡ് ചെയ്ത് നന്നായി അരച്ചെടുക്കുക. ഈ സമയം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഫൈനായിട്ട് അരയ്ക്കേണ്ട. മാവിൽ ഇതുപോലെ വളരെ ചെറിയ തരികൾ ഉണ്ടായിരിക്കണം. അതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മാവിലേക്ക് 1/2 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് ഒരു 2 മിനിറ്റ് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി മൂടി വെച്ചതിന് ശേഷം 4 മണിക്കൂർ മാവ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 4 മണിക്കൂർ കഴിഞ്ഞ് മൂടി തുറന്ന് നോക്കുമ്പോൾ മാവ് നന്നായി പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു തവി കൊണ്ട് പതിയെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. അതിൻ്റെ ബബിൾസ് ഒന്നും പോകാതെ തന്നെ പതിയെ ഇളക്കി കൊടുക്കുക. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വയ്ക്കാം. നന്നായി ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിം ആക്കി തവി കൊണ്ട് കോരി മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചതിന് ശേഷം പരത്തരുത്. മാവിൽ ബബിൾസുകളൊക്കെ വന്നു തുടങ്ങുമ്പോൾ മൂടി വെച്ച് വേവിക്കാം. നന്നായി വെന്തു വന്ന കള്ളപ്പം നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്കിതുപോലെ കള്ളപ്പം റെഡിയാക്കിയെടുക്കാം. ഒറിജിനൽ കള്ളം ഒഴിച്ചുണ്ടാക്കിയ കള്ളപ്പത്തിൻ്റെ അതേ ടേസ്റ്റിലും സോഫ്റ്റുമായിട്ടാണ് നമുക്ക് ഈ കള്ളപ്പവും കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ. വെജിറ്റബിൾ കുറുമയും സ്റ്റൂവും ചിക്കൻ കറിയും ഒക്കെ കൂട്ടി കഴിക്കാൻ സൂപ്പറാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യണേ. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.